വലിയ പെരുന്നാളിൻ്റെ പുലരിയിൽ പ്രാർത്ഥനയോടുകൂടി വിശ്വാസികളെല്ലാം അവരുടെ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. രാവിലെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് നടന്നു. നിരവധി വിശ്വാസികളാണ് ഈദ്ഗാഹിനെത്തിയത്. വിശ്വാസികൾ നമ്മളൊപ്പം ഉണ്ട്. അവർ ഇപ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പരസ്പരം വാരി പുണർന്നുകൊണ്ട് ബാക്കി ആഘോഷങ്ങളിൽ കടക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഇനി നമ്മൾ ദൈനംദിന പ്രാർത്ഥനയിലേക്ക് പോകും. അത് കഴിഞ്ഞ് നാളെയാണ് നമ്മുടെ ഉള്ഹിയത്ത്. ബലി അർപ്പിക്കപ്പെടുന്നത് നാളെയാണ്. നാളെ രാവിലെ ഫജ്ർ നമസ്കാരം പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞാലുടനെ തന്നെ അത് ആരംഭിക്കും. അത് വിതരണം ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ഷെയറുകൾ ഓരോരുടെ വീടുകളിൽ പരിപാലന സമിതി അംഗങ്ങൾ കൊണ്ട് എത്തിക്കും. സാഹോദര്യത്തിൻ്റെ, ഒരുമയുടെ, സമൃദ്ധിയുടെയൊക്കെ ആശയമാണ് ഈ ബലിപെരുന്നാൾ പകർന്നു വെക്കുന്നത്. അതിനുള്ള തുടക്കമാണ് ഈ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വീടുകളിലേക്ക് പോയി മറ്റു വീടുകളിലേക്ക് കുടുംബ സന്ദർശനം നടത്തി പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് പോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ത്യാഗസ്മരണയുടെ പെരുന്നാളാണ് ഞങ്ങൾക്ക് ഈ പെരുന്നാൾ ആഘോഷം ഓർമ്മിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ത്യാഗോജ്ജലമായ സ്മരണ അത് ഉണർത്തുന്നതാണ്. കൂടാതെ ഈ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പാലസ്തീൻ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സുദിനമാണെന്ന്. അവിടെ സമാധാനം പുലരട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ച് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? പെരുന്നാളിൽ എല്ലാവരും നല്ലത് ആഘോഷിക്കണം. പിന്നെ സന്തോഷിച്ചിരിക്കണം. പിന്നെ അപ്പോൾ തീർച്ചയായും ഒരു അർപ്പണത്തിൻ്റെ, അത് തങ്ങൾക്ക് വേണ്ടി എല്ലാം പരിത്യജിച്ച ദൈവത്തിന് വേണ്ടിയുള്ള അർപ്പണത്തിൽ അവർ ഈ പറയുന്നത് പോലെ ത്യാഗത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കണമെന്ന ആശയത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഈ ദിവസം തുടങ്ങുന്നത്. അവരെല്ലാവരും ഇനി ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. അനൂപിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.